സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടും. ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസ് ഓരോ ക്ലാസ്സും അതിൻ്റെ ടോപ്പിക് വൈസും കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗ്രേഡ് 10 ലെസൺ 1 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ നമ്മൾ സോളിഡ് സ്റ്റേറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്, ക്രിസ്റ്റൽ ലാറ്റിസ്. ഇത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നന്നായി മനസ്സിലാക്കണം. അപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നല്ലോണം മനസ്സിലാക്കിയിട്ടാണല്ലോ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇപ്പം നമുക്ക് പറയാൻ എളുപ്പമാണ് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്നൊക്കെ ചോദിച്ചാൽ ഡെഫിനേഷൻ ബൈ ഹാർട്ടായിരിക്കും. പക്ഷേ എന്താണെന്നുള്ളത് കാര്യം മനസ്സിലാക്കി തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് ലാറ്റിസ് എന്നുള്ളത്. നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ലാറ്റിസ് സ്പേസ് അല്ലെങ്കിൽ ലാറ്റിസ് എന്നൊക്കെ. ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ആൻ ഇൻഫൈനൈറ്റ് എറേ ഓഫ് പോയിൻറ്റ്സ് ഇൻ സ്പേസ്. അതായത് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു 3 ഡയമെൻഷനൽ ആയിട്ടുള്ളൊരു ഏരിയ അല്ലെങ്കിൽ നമ്മുടെ കാണുന്നൊരു ഏരിയയിൽ ഇൻഫൈനൈറ്റ് ആയിട്ട് നിറച്ച് പോയിൻറ്റ്സ് ഉണ്ടാവും. എറേ ഓഫ് പോയിൻറ്റ്സ് ഇൻ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുക, ലാറ്റിസ് എന്ന് പറയും. അപ്പോൾ ഒരു ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ വരേണ്ടത് ഒരു ഇൻഫൈനൈറ്റ് എറേ ഓഫ് പോയിൻറ്റ്സ് ഇൻ സ്പേസ് ആണ്. നമ്മളിവിടെ ഇപ്പോൾ എന്താ പഠിക്കാൻ പോകുന്നത്, ക്രിസ്റ്റലിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ക്രിസ്റ്റൽസിൽ എന്താണ്, ക്രിസ്റ്റൽസിൽ നമ്മൾ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലേക്കാണ് പഠിക്കുന്നത്. ക്രിസ്റ്റലിൻ്റെ പുറത്തുള്ള കാര്യങ്ങളല്ല പഠിക്കുന്നത്. ക്രിസ്റ്റലിൻ്റെ ഉള്ളിലുള്ള ഓരോ ചെറിയ ചെറിയ ആറ്റംസിനെ ആണെങ്കിൽ അയോൺസ് ആണ് അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ക്രിസ്റ്റൽസിലെ ഓരോ പാർട്ടിക്കിൾസിനും ഒരു ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ അതായത് ഓരോ പാർട്ടിക്കിൾസിനും ഒരു റെഗുലർ അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പം ഞാനിപ്പം ഒരു ക്രിസ്റ്റലിനെ എടുത്തു. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്രിസ്റ്റലാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽ ഞാൻ എടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പഠിക്കുക. അതിൻ്റെ ഉള്ളിൽ എനിക്ക് സാധാ ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. ഞാനത് ലാബിൽ നമുക്കറിയാം വലിയ വലിയ മെഷീൻസും ടെക്നിക്സൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും സോഡിയം ക്ലോറിൻ ഇങ്ങനെ സോഡിയം ക്ലോറിൻ അതിൻ്റെ അതായത് ആ അയോണുകൾ അതിൻ്റെ ആ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പം ഞാൻ ആ ക്രിസ്റ്റലിൻ്റെ ഇപ്പോൾ ഈ സോഡിയം ക്ലോറിൻ എന്നൊക്കെ പറയുന്നത് അവിടെ പോയിൻ്റ് ഫോമില ഉണ്ടാവുക, ഒരു ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് അല്ലേ. അപ്പം ഈ പാർട്ടിക്കിൾസിനെ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും ഇങ്ങനെ സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസിനെ ഞാനിങ്ങനെ പതുക്കെ ലൈന് വെച്ച് ജോയിൻ ചെയ്യുകയാണ്. ലൈന് വെച്ച് ജോയിൻ ചെയ്ത സമയത്ത് അപ്പം ഞാൻ ഈ പാർട്ടിക്കിൾസ് ഇതുപോലെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം ഞാനിവരിങ്ങനെ പതുക്കെ, ഞാനല്ല ചെയ്യണവർ, അവരുടെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സിനെ ലൈനൊക്കെ വെച്ച് ജോയിൻ ചെയ്തപ്പം ദി ഫൗണ്ട് ദാറ്റ് ദർ വാസ് എ പെർട്ടിക്കുലർ ജോമെട്രി. ഇതേതാ ഷേപ്പ്, ക്യൂബിൻ്റെ ഒരു ഷേപ്പ് അല്ലേ. അതായത് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയ സമയത്ത് അതിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ് ഇങ്ങനെ റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അതിലെ ഓരോ പാർട്ടിക്കിൾസിനെയും ഇങ്ങനെ ജോയിൻ ചെയ്തപ്പം എനിക്കൊരു റെഗുലർ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ്സ് കിട്ടി. അവരുടെ ഒരു ഷേപ്പ് നോക്കിയപ്പം ഇത് കണ്ട ഒരു ക്യൂബിൻ്റെ ഷേപ്പ് കിട്ടി. വേറെ ചിലപ്പോൾ പാർട്ടിക്കിൾസിനെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു ഹെക്സഗണൽ ഷേപ്പായിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്പിൽ എനിക്ക് ഈ ക്രിസ്റ്റൽസിൻ്റെ ഓരോ ക്രിസ്റ്റൽസിനെയും ഞാൻ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ എനിക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് എനിക്ക് കാണാൻ പറ്റി. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലർ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻ സ്പേസ്. റെഗുലർ 3 ഡയമെൻഷൻ 3 ഡയമെൻഷൻ. ഈ 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല ഏതാ, എക്സ് ആക്സിസ് ഉണ്ട്. അതായത് ഇതിപ്പം ഒരു ലൈൻ ഇട്ട് അതൊരു 1 ഡയമെൻഷനിൽ, ഇനി ഇതിൻ്റെ 2 ലെയറിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് 2 ഡയമെൻഷനായി. 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഫേസ് ചെയ്തിട്ടും കാണാൻ പറ്റും. നമ്മൾ കാണുന്ന എല്ലാം നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ഓരോ സാധനങ്ങൾ എന്തായാലും 3 ഡയമെൻഷനിലാണ് അല്ലേ, നമുക്ക് 3 ഡയമെൻഷനിലേക്കുള്ള സാധനങ്ങൾ. അപ്പം നമുക്കിത് ഒരു പിക്ചർ കാണിച്ചുതരാം 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിൽ. അപ്പം റെഗുലർ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻ സ്പേസ്. സ്പേസിൽ ഒരു റെഗുലറായിട്ട് 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയും, ക്രിസ്റ്റൽ ലാറ്റിസ്. അവർ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയണം, അവർക്ക് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്നുള്ളത്. ഇനി
നമ്മളിപ്പോൾ പറഞ്ഞു കുറേ പോയിൻറ്റ്സ് ഇങ്ങനെ സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് റെഗുലർ ആയിട്ടുള്ളൊരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഈ പോയിൻറ്റ്സിന്. അവരെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞു. ഇനി ഓരോ പോയിൻറ്റ് ഈച്ച് പോയിൻറ്റ് ഇൻ എ ലാറ്റിസ് ഇസ് നോൺ ആസ് എന്താ പറയുക, ലാറ്റിസ് പോയിൻ്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളവരെ പറയും ലാറ്റിസ് സൈറ്റ്. എന്താ പറയുക, ലാറ്റിസ്. അതായത് ഈ റെഗുലർ 3 ഡയമെൻഷണൽ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സ്പേസ് ആണ്. ഇതിലുള്ള ഓരോ പാർട്ടിക്കിൾസിനെയും നമ്മൾ എന്ത് പറയും, അല്ലെങ്കിൽ ഈ പോയിൻറ്റ്സിനെ ലാറ്റിസ് പോയിൻ്റ് എന്ന് പറയും. ഇനി ഈച്ച് പോയിൻ്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെൻറ്റ് 1 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ. ഇത് നമ്മുടെ ക്രിസ്റ്റലിലെ ഓരോ പാർട്ടിക്കിളാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്കൊരു ഇതിൽ ഇത് സോഡിയം ആയിരിക്കാം, ഇത് ക്ലോറിൻ ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ആ ക്രിസ്റ്റലിലെ പാർട്ടിക്കിൾസ്. അത് അയോൺസ് ആവാം, ചിലപ്പോൾ എന്താവാം, അത് മോളിക്യൂൾസ് ആവാം. അയോൺസ് ആവാം ഈ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ അവർ മോളിക്യൂൾസുകളാവാം, അയോൺസ് ആയിരിക്കാം. ഡിപ്പെൻസ് അപ്പോൺ ദി ക്രിസ്റ്റൽ അല്ലേ. ഇനി ഈ ലാറ്റിസ് പോയിൻറ്റ്സ് ആർ ജോയിൻഡ് എ സ്ട്രെയിറ്റ് ലൈൻ ടു ബ്രിങ് ഔട്ട് ദ ജോമെട്രി. അവരെ ജോമെട്രി കൊണ്ടുവരാൻ വേണ്ടി നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് അവരെങ്ങനെ ജോയിൻ ചെയ്യും. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു സ്ട്രക്ചറാണ് എന്ത്, ക്യൂബ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. എന്താണ് ലാറ്റിസ്, എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്. A regular 3-dimensional arrangement of points in space. A regular 3-dimensional arrangement of points in space is called as crystal lattice. ഇനി എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. ഈച്ച് പോയിൻ്റ് ഇൻ എ ലാറ്റിസ് ഇസ് കോൾഡ് ലാറ്റിസ് പോയിൻ്റ് ഓർ ലാറ്റിസ് സൈറ്റ്. ഈച്ച് പോയിൻ്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെൻറ്റ് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ ക്യൂബിൻ്റെ സ്ട്രക്ചർ ഒക്കെ കിട്ടും. അതിൻ്റെ ആ ക്യൂബിൻ്റെ ഓരോ കോർണറിൽ ഒരു പോയിൻ്റ് കൂടെ കൊടുത്താൽ മനസ്സിലാവും. ഈച്ച് പോയിൻ്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെൻറ്റ് 1 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ വിച്ച് മേ ബി എൻ ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ അയോൺ ആവാം. Lattice points are joined by straight lines to bring the geometry of the lattice. മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ആ ഒരു ക്യൂബിൻ്റെ പിക്ചർ മനസ്സിലുണ്ടെങ്കിൽ ഇത്രയും പോയിൻറ്റ്സ് നമുക്ക് ഒറ്റയടിക്ക് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത് യൂണിറ്റ് സെൽ എന്താണ്. അപ്പോൾ നമുക്കറിയാം ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ട് എന്നല്ലേ. അപ്പോൾ ഇതൊരു ക്രിസ്റ്റലാണ്, കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ ഇനിയും ഇവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ പേപ്പറിൻ്റെ ലിമിറ്റ് കൊണ്ട് നമ്മളൊരു ക്രിസ്റ്റലിനെ വരച്ചു. ഈ ക്രിസ്റ്റലിനെ നമ്മളിങ്ങനെ നോക്കിയ സമയത്ത് ഇതിൽ കാണാം ഒരു യൂണിറ്റ് തന്നെയാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതായത് ഈ ഒരു യൂണിറ്റ് കണ്ടോ, ഇവിടെ കണ്ടോ ഒരു റെഡ് പോർഷനിൽ കാണിച്ച ഒരു ക്യൂബ്. ഈ ക്യൂബ് തന്നെയാണ് ഇപ്പുറത്ത് വീണ്ടും ഒരു ക്യൂബ്, ഈ ക്യൂബ് തന്നെയാണ് വീണ്ടും ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരേപോലത്തെ ആൾക്കാർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ഒരു ക്രിസ്റ്റൽ ലാറ്റിസ്. ഞാൻ പറഞ്ഞു ക്രിസ്റ്റൽ ലാറ്റിസിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ടാവും. ഈ പോയിൻറ്റ്സിന് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്സ് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയ സമയത്ത് കണ്ടോ, ഇതിപ്പോൾ ഈ ക്യൂബിൻ്റെ ഷേപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ കംപ്ലീറ്റ് ലാറ്റിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഈ റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റിനെ പറയുന്ന പേരാണ് എന്ത്, യൂണിറ്റ് സെൽ. എന്താണ് ഇതിനെ നമ്മൾ പറയുക, യൂണിറ്റ് സെൽ. അപ്പോൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് വിച്ച് വെൻ റിപ്പീറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ജനറേറ്റ്സ് ദി എൻറ്റയർ ലാറ്റിസ്. അപ്പോൾ എന്താണ് ഈ യൂണിറ്റ് സെൽ എന്ന് പറയുന്ന ഒരു സ്മോളസ്റ്റ് പോർഷനാണ് ഇതിലുള്ള ക്രിസ്റ്റൽ ലാറ്റിസിൽ. വിച്ച് വെൻ റിപ്പീറ്റഡ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും ഇൻ ഓൾ ദ ഡയറക്ഷൻ. ഇങ്ങോട്ടേക്കൊക്കെ അത് റിപ്പീറ്റ് ചെയ്തിട്ട് അതൊരു എൻറ്റയർ ക്രിസ്റ്റൽ ലാറ്റിസിനെ കൊണ്ടുവരും. സോ ദാറ്റ് ഇസ് എ യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ ഇസ് എ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് വിച്ച് വെൻ റിപ്പീറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻസ് ജനറേറ്റ് ദി എൻറ്റയർ ലാറ്റിസ്. കാര്യം മനസ്സിലായല്ലോ. അപ്പം നമ്മളിനിപ്പോൾ ഈ യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ പോവുകയാണേ. യൂണിറ്റ് സെല്ലിന് ഇതാണ് ഒരു യൂണിറ്റ് സെല്ല്. നമ്മളത് വലുതാക്കി ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ആ യൂണിറ്റ് സെൽ ഹാസ് 3 എഡ്ജസ്. 3 എഡ്ജുകളുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതിനെ നമ്മൾ എ എന്ന് പറഞ്ഞു, ഇതിന് ബി എന്ന് പറഞ്ഞു, ഇതിന് സി എന്ന് പറഞ്ഞു. അതായത് ആ യൂണിറ്റ് സെൽ ഹാസ് 3 എഡ്ജസ് എ ബി സി. അപ്പോൾ അതെങ്ങനെയായിരിക്കും, ഇറ്റ് മേ ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും, ചിലപ്പം
പെർപെൻഡിക്കുലർ അല്ലാതെയും ആയിരിക്കാം. ഈ 3 എഡ്ജസിന്, അതായത് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജസിനെ നമ്മൾ പറയും കേട്ടോ, എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും നമുക്ക് സെഡ് ആക്സിസിലേക്കും അങ്ങനെ 3 ആക്സിസുകൾ, 3 ലെങ്ത്തുകൾ കാണുന്നുണ്ട്. ഇവരെ നമ്മൾ പറയും ആക്സിയൽ ലെങ്ത് എന്ന്. ആക്സിയൽ ലെങ്ത് അതിപ്പോൾ ഇവിടെ എടുത്താലും കണക്ക് തന്നെ കേട്ടോ. എ ആവാം, ഇത് ബി ആവാം, ഇത് സി. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് 3 എഡ്ജസ് ഉണ്ട്, എ ബി സി. അവരെ നമ്മൾ ആക്സിയൽ ലെങ്ത് എന്ന് പറയും. എന്താ പറയുക? ആക്സിയൽ ലെങ്ത് എന്ന്. ഇനി ഇവരെ ബിറ്റ്വീൻ ആംഗിൾസ് ഉണ്ടാവും. അത് പറയാൻ എളുപ്പമാട്ടോ. എ ബി സി ഇങ്ങനെ 3 ലെങ്ത്താണ്. എൻ്റെയും സിൻ്റെയും ബിറ്റ്വീൻ നിങ്ങൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞ 3 കോൺസ്റ്റൻസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇവർ ആംഗിൾ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആൽഫ ബീറ്റ ഗാമ എന്നുള്ളതാണ്. എയും സിൻ്റെയും ബിറ്റ്വീൻ, എ കഴിഞ്ഞാൽ ബി ആണ് വേണ്ടത്. അപ്പം എക്കും സിൻ്റെയും ബിറ്റ്വീനുള്ള ആംഗിളിന് നമ്മൾ ബീറ്റ എന്ന് പറയും. എന്താ പറയുക? ബീറ്റ. ബിക്കും സിക്കും ബിറ്റ്വീനുള്ള ആംഗിളിന് നമ്മൾ ആൽഫ, എ ആൽഫ. അപ്പം ബിയുടെയും സിൻ്റെയും പഠിക്കാൻ എളുപ്പമല്ലേ, എ ബി സി എന്ന് ആലോചിച്ചത്. എ എന്ന് പറയുന്നത് ആൽഫ, ആൽഫ. ഇനി എൻ്റെയും ബിൻ്റെയും ബിറ്റ്വീൻ അപ്പോൾ ഏതായിരിക്കും? ഗാമ. അങ്ങനെ 3 ആംഗിൾസും ഉണ്ട്. ഈ ആംഗിൾസിനെ നമ്മൾ എന്ത് പറയും? ആക്സിയൽ ആംഗിൾ. അങ്ങനെ യൂണിറ്റ് സെൽ എടുത്തപ്പം ഇറ്റ് ഈസ് ഹാവിങ് 3 edges, ഇറ്റ് ഈസ് നോൺ ആസ് ആക്സിയൽ ലെങ്ത് ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് 3 edges ആർ നോൺ ആസ് ആക്സിയൽ ആംഗിൾ. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ? നന്നായിട്ട് മനസ്സിലായല്ലോ? ഒരു യൂണിറ്റ് സെല്ലിന് എയും ബിയും സിയും ലെങ്ത് ഉണ്ട്, ആംഗിൾസ് ഉണ്ട് എന്നൊക്കെ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ നമുക്ക് എളുപ്പത്തിലുള്ളൊരു ഒരൊറ്റ സ്ട്രക്ചർ മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ, ക്യൂബ്. പല ക്രിസ്റ്റൽസിലും പല ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടുക. ചിലപ്പോൾ എനിക്ക് കിട്ടുന്നത് ഞാൻ വല്ല ഹെക്സഗണൽ ഷേപ്പായിരിക്കും, ചിലപ്പോൾ എനിക്ക് ടെട്രഗണൽ ഷേപ്പിലായിരിക്കും ഈ പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്താൽ കിട്ടുക. അപ്പം അങ്ങനെ നോക്കിയപ്പം യൂണിറ്റ് സെല്ലുകൾ 7 ബേസിക് ടൈപ്സ് ഉണ്ട്. എന്താ പറയുക? ദർ ആർ 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ട്? എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരെ ബിറ്റ്വീനുള്ള ആംഗിളിനെ ബേസ് ചെയ്തിട്ട് ദർ ആർ 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓരോ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലെ ജോയിൻ ചെയ്ത പല ടൈപ്പിലായിരിക്കും കിട്ടുക. ഇപ്പോൾ ഇത് ക്യൂബ് ആയതുകൊണ്ട് എനിക്കറിയാം ഇവരെ എയും ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വൽ ആണ് അല്ലേ ഒരു ക്യൂബിന്. പിന്നെ അവരെ നമുക്ക് ആംഗിളും വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ഇവരെ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി, ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി, ഇത് മൂന്നാളും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അതായത് ആൽഫയും ബീറ്റയും ഗാമയും. ക്യൂബ് സിമ്പിളാണ്. അപ്പം പക്ഷേ ചില ക്രിസ്റ്റലിലേക്ക് നോക്കിയപ്പം അവരുടേത് വേറെയാണ് അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ. അങ്ങനെ നോക്കിയപ്പോൾ യൂണിറ്റ് സെല്ലുകൾ 7 ടൈപ്സ് ഉണ്ട്. 7 പ്രിമിറ്റീവ് ബേസിക് ടൈപ്സ് കേട്ടോ. ഒന്നാണ് ക്യൂബിക്. ക്യൂബിക്കിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കൂ. എയും ബിയും സിയും ഈക്വലാണ്. ഇവരെ ആൽഫ ബീറ്റ അല്ലെങ്കിൽ ഗാമ 90 ഡിഗ്രിയാണ്. ഇനി വേറൊരാളാണ് ടെട്രാഗണൽ. ഇവരെ നോക്കൂ. ഇവർക്ക് എ ഈക്വലാണ്, ബിയും ഈക്വലാണ്. ബട്ട് എന്ത് ഈക്വൽ അല്ല? സി എന്ന് പറഞ്ഞ ലെങ്ത് അവർക്ക് ഈക്വൽ അല്ല. ഇനി അവരുടെ ആംഗിൾ നോക്കുമ്പോൾ ആൽഫയും ഗാമയും എന്ത് പറ്റിയെന്ന് വിചാരിച്ചാൽ, ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് നമ്മുടെ ടെട്രാഗണലാണ്. ആൽഫയും ബീറ്റയും ഗാമയും 90 ഡിഗ്രിയാണ്. അതും സിമ്പിളാണ്. ഇനി അടുത്തത് വരുന്നതാണ് ഓർത്തോറോംബിക്. ഓർത്തോറോംബിക് നോക്കൂ. എ ഒരു ലെങ്ത്ത്, ബിക്ക് വേറൊരു ലെങ്ത്ത് സി. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്. ഇനി അവരുടെ ആംഗിളും അങ്ങനെ തന്നെയാണ്, വ്യത്യാസമുണ്ട്. അവരുടെ ആംഗിളും സെയിം ഉണ്ട്. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. സിമ്പിളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാ ഹെക്സഗണലും. ഹെക്സഗണൽ നമുക്ക് എളുപ്പമാണ്, നമ്മൾ പണ്ട് മുതലേ പഠിച്ചതാണ്. എയും ബിയും ഈക്വൽ ആയിരിക്കും. ഹെക്സഗണലിൻ്റെ എന്ത് ഈക്വൽ അല്ല? സി എന്ന് പറഞ്ഞ എഡ്ജ് ഈക്വൽ അല്ല. ഇനി അവരെ ആംഗിൾ നോക്കുമ്പം ആൽഫയും ബീറ്റയും 90 ഡിഗ്രിയാണ്. പക്ഷേ ഗാമ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ അടുത്തതാണ് റോംബോഹീഡ്രൽ. റോംബോഹീഡ്രൽ അല്ലെങ്കിൽ ഇതിന് പറയുന്ന വേറൊരു പേരാണ് ട്രൈഗണൽ. എന്താ പറയുക? ട്രൈഗണൽ എന്നും ഇതിന് പറയാറുണ്ട്. റോംബോഹീഡ്രൽ ഓർ ട്രൈഗണൽ. ഇവരും എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്. പക്ഷേ ഇവരുടെ ആംഗിളിൽ വ്യത്യാസമുണ്ട്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. 90 ഡിഗ്രി അല്ല, നമ്മൾ അവരുടെ ആംഗിൾ പറയുന്നില്ല. ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി.
പിന്നെ നമ്മുടെയാണ് മോണോക്ലിനിക്. ഇവരതെല്ലാം തെറ്റാണ്. നമ്മുടെ ഹെക്സഗൺ പറഞ്ഞ പോലെ തന്നെയാണ്. എയും ബിയും സിയും ഒക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇവരുടെ ആംഗിളാണ്. ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയും ബീറ്റയും എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. നമ്മുടെ മോണോക്ലിനിക് ആൽഫയും ഗാമയും 90 ഡിഗ്രിയാണ്. ബട്ട് ബീറ്റ ഇസ് നോട്ട് ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പോൾ ബീറ്റ, അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ആംഗിൾസ് കണ്ടോ പല വേരിയേഷനിലാണ് വരുന്നത്. ട്രൈക്ലിനിക് എന്ന് പറയുന്നത് എയും നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. കണ്ടോ മൂന്നാളെ ലെങ്ത്തും ഡിഫറെൻ്റ് ആണ്. ഇവരെ മൂന്നാളെ ആംഗിളും 90 ഡിഗ്രിയല്ല. അപ്പം ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ 7 ആൾക്കാരെ പഠിക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷേ ഈ ആംഗിളൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരിക. അപ്പോൾ ഈ ലെങ്ത് അത് ഞാൻ ABC വെച്ചിട്ട് പഠിക്കാൻ നല്ലൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. സിമ്പിളായിട്ടൊരു ടെക്നിക്കാണ്. അതായത് ഞാനിവിടെ ലെങ്ത്തിൻ്റെ കാര്യം മാത്രം വെച്ചിട്ടാണ് പറയുന്നത്. ആംഗിൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കാർ A ഈക്വൽ ടു B ഈക്വൽ ടു സി, A ഈക്വൽ ടു B ഈക്വൽ ടു സി. അതിനെ നമ്മൾ കാർ എന്ന് പഠിച്ചിരിക്കും. കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണം കാർ. എക്കും ബിക്കും സിക്കും ഒക്കെ കാറ് വേണം. കാർ. അപ്പോൾ ക്യൂബിക്കിനും റോംബോഹിഡ്രലിനും A ഈക്വൽ ടു B ഈക്വൽ ടു സി. ഹാറ്റ് HT ഹെക്സഗണലിനും ടെട്രാഗണലിനും എന്താണ് ഹാറ്റ്. രണ്ടാൾക്കാർക്ക് മതി. ഹാറ്റ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി വരില്ല. ഇനി അടുത്തതാണ് ട്രൈക്ലിനിക്, ഓർത്തോറോംബിക്, മോണോക്ലിനിക്. നമുക്ക് എങ്ങനെ പഠിക്കാം? ടോമിന് ആർക്കും വേണ്ട. A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു സി. ഇതൊക്കെ നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻസിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കൂടുതലും പഠിക്കേണ്ടി വരിക. നോർമലിൽ നമുക്ക് ക്യൂബിക്ക് അങ്ങനെയൊന്നും ചോദിക്കാറില്ല, എന്നാലും അറിഞ്ഞിക്കാം. അപ്പോൾ പഠിക്കാൻ എളുപ്പമല്ലേ? ലെങ്ത്ത് വൈസ് നമ്മൾ എഡ്ജ് ലെങ്ത്തിൻ്റെ കാര്യം വെച്ചിട്ട് മാത്രം ഒരു കോഡ് ഉണ്ടാക്കിയതാണ് കാറ്, ഹാറ്റ്, ടോം. എല്ലാവർക്കും കാറ് വേണം. അതുകൊണ്ട് A ഈക്വൽ ടു B ഈക്വൽ ടു സി. ഹാറ്റ് എല്ലാവർക്കും വേണ്ട, എക്കും ബിക്കും മാത്രം. ടോമിന് ആർക്കും വേണ്ട. ഇനി ആംഗിളിനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ട് ഫോമിൽ, കാരണം എന്തെങ്കിലും ഒരു പുതിയൊരു ഷോർട്ട് ഫോം നിങ്ങളങ്ങ് പഠിച്ചു തരും. അല്ലെങ്കിൽ ഇത് എളുപ്പമാണ്. 2-3 സെയിം തന്നെയാണ്. അത് വെച്ചങ്ങ് പഠിക്കാം. അപ്പോൾ മനസ്സിലായല്ലോ യൂണിറ്റ് സെല്ലിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ്. ഇറ്റ്സ് എ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് ദ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്, വിച്ച് വെൻ റിപ്പീറ്റഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ പ്രൊഡ്യൂസ് ദ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇവർക്കൊരു എഡ്ജ് ലെങ്ത് ഉണ്ട്, എഡ്ജ് ആംഗിൾ ഉണ്ട്. ഇവർ ഒരു 7 ബേസിക് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലിനെ നമ്മൾ കാണുന്നുണ്ട്. അവരെ നമ്മൾ ക്യൂബിക്ക്, ഹെക്സാഗണൽ, ടെട്രാഗണൽ, ട്രൈക്ലിനിക്, ഓർത്തോറോംബിക്, മോണോക്ലിനിക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു യൂണിറ്റ് സെല്ല് അല്ലേ. യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ്, അതായത് എഡ്ജ് ലെങ്ത്തിനൊക്കെ ബേസ് ചെയ്തിട്ട് അവരൊരു 7 ടൈപ്സ് ഉണ്ട് അല്ലേ. 7 ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് സെൽസ് ഉണ്ട്. നമ്മൾ കണ്ടു. അതായത് ക്യൂബിക്ക്, ഓർത്തോറോംബിക്, ട്രൈക്ലിനിക്, മോണോക്ലിനിക് അങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോൾ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഞാനിപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ക്യൂബ് തന്നെ, നമുക്ക് വരയ്ക്കാനും പറിക്കാനും ഒക്കെ എളുപ്പം ക്യൂബ് ആയതുകൊണ്ട് ക്യൂബിനെ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഈ ക്യൂബ്, അതായത് ഇതൊരു യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ ഇതിൽ എന്തുണ്ടാവും? കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ. അപ്പം ഇനി യൂണിറ്റ് സെല്ലിന് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ. ഈ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഈ യൂണിറ്റ് സെല്ലിനെ വീണ്ടും നമ്മൾ ബ്രോഡ്ലി 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞുതരാം. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നും ഒന്ന് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്നും. അതായത് യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ യൂണിറ്റ് സെല്ലിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ദാറ്റ് ഇസ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the constituent particles are present only at the corner of a unit cell. ഇപ്പം യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ. ഇപ്പോൾ ഒരു ക്യൂബ് അല്ലേ, ക്യൂബിൻ്റെ കോർണർ കണ്ട 4 കോർണർ മുകളിലും ഈ 4 കോർണറിൽ മാത്രമാണ് കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് എങ്കിൽ then that unit cell is known as primitive unit cell. എന്താ പറയുക? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഇനിയാണ് നമ്മുടെ അടുത്ത സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. എന്താണ് അടുത്തത്? സെൻറ്റേർഡ് യൂണിറ്റ് സെൽ.
when the constituent particles are present at positions other than the corner. അതായത് കോർണറിൽ അല്ലാതെ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ കോർണറിലല്ലാതെ ചിലപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ ഫേസ് കയറി നിൽക്കും, ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു പാർട്ടിക്കിൾ ഉണ്ടാവും, ചിലപ്പം ഇതിൻ്റെ രണ്ട് ഫേസിൽ മാത്രമൊക്കെ പാർട്ടിക്കിൾസ് കയറി നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പം ഇതാണ്ട ഈ എൻഡ് ഇങ്ങനെയൊക്കെ നിൽക്കും പാർട്ടിക്കിൾസ്. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ വെൻ ദ യൂണിറ്റ് സെൽ കണ്ടെയ്ൻസ് വൺ ഓർ മോർ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് അറ്റ് പൊസിഷൻസ് അതർ ദാൻ ദി കോർണേഴ്സ് ഇൻ അഡീഷൻ ടു ദോസ് ഓഫ് കോർണേഴ്സ്. കോർണേഴ്സിലുണ്ടാവും, അതിനോടൊപ്പം തന്നെ എവിടെ ഉണ്ടാവും? വേറെ എവിടെയെങ്കിലും എവിടെയെങ്കിലും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഈ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എഗെയിൻ 3 ടൈപ്പിലാണ് കാണപ്പെടുന്നത്. നമ്മൾ ക്രിസ്റ്റൽസിനെ പഠിക്കുമ്പോൾ കണ്ടതാണ്. ഒന്നാണ് ബോഡി സെൻറ്റേർഡ്. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പാർട്ടിക്കിൾസ് ഓൾറെഡി കോർണേഴ്സിലുണ്ടാവും, എപ്പാർട്ട് ഫ്രം ദി കോർണേഴ്സ് വേറെ എവിടേക്കോ കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെയാണ് ഒന്ന് ബോഡി സെൻറ്റേർഡ്, പേരും തന്നെ കിട്ടിയേ. ഒന്നാണ് എൻഡ് സെൻറ്റേർഡ്. എന്താണ്? എൻഡ് സെൻറ്റേർഡ്. പിന്നൊന്ന് ഫേസ് സെൻറ്റേർഡ്. കണ്ടോ, ഒക്കെ പേരൊന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ബോഡി സെൻറ്റേർഡ്? ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ കണ്ടെയ്ൻ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് ഇറ്റ്സ് ബോഡി സെൻറ്റർ. ബോഡീൻ്റെ സെൻറ്ററിൽ. ഇതാണ് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഇതിൻ്റെ ബോഡി അല്ലേ? ഇതിൻ്റെ അപ്പം ഈ കോർണറിൽ എന്തായാലും പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത് കൂടാതെ എവിടെ ഉണ്ടാവും? ഇതിൻ്റെ ഉള്ളിൽ. അതായത് ഇപ്പോൾ ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കില്ലേ നമ്മളൊരു പാർട്ടിക്കിൾ, അതേപോലെ ഇതിൻ്റെ ബോഡീൻ്റെ സെൻറ്ററിലുണ്ടാവും. അതായത് ഇപ്പോൾ ക്യൂബ് ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പം ഇതിൻ്റെ പുറത്തൊന്നുമല്ല, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ബോൾ വെച്ച് അടച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ. അപ്പോൾ എന്തായി? ഇതാണ് ബോഡി സെൻറ്റേർഡ്. ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ കണ്ടെയ്ൻസ് വൺ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ അറ്റ് ഇറ്റ്സ് ബോഡി സെൻറ്റർ. ബോഡീൻ്റെ സെൻറ്ററിനുള്ളിൽ. ആൻഡ് ബിസൈഡ്സ് ദ വൺസ് ദാറ്റ് ആർ അറ്റ് ഇറ്റ്സ് കോർണേഴ്സ്. ഇതിൻ്റെ കോർണേഴ്സിലും അല്ലാതെ ബോഡിയിലും. അതാണ് ബോഡി സെൻറ്റേർഡ്. അടുത്തത് എന്താണ് എൻഡ് സെൻറ്റേർഡ്? ഇൻ സച്ച് യൂണിറ്റ് സെൽ വൺ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ ഇസ് പ്രസൻറ്റ് അറ്റ് ദി. അപ്പോൾ എന്താണ് എൻഡ് സെൻറ്റേർഡ് എന്ന്? എൻഡ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സച്ച് യൂണിറ്റ് സെൽ വൺ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ ഇസ് പ്രസൻറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് എനി ടു ഓപ്പോസിറ്റ് ഫേസസ് ബിസൈഡ്സ്. അതായത് ഇങ്ങനെ ഒരു ക്യൂബ് അല്ലേ, ഇതിപ്പോൾ ഞാൻ ക്യൂബാണ് കേട്ടോ വരയ്ക്കണത്. അപ്പം ഈ ക്യൂബിൻ്റെ കോർണറിൽ ഓൾറെഡി ഉണ്ടാവും കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ്. ആൻഡ് വൺ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ ഈസ് പ്രസൻറ്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് എനി ടു ഓപ്പോസിറ്റ് ഫേസസ്. ഇതൊരു ഫേസ് അല്ലേ, ഇപ്പുറത്ത് വേറൊരു ഫേസ് ഉണ്ട്, ഇവിടെ വേറൊരു ഫേസ് ഉണ്ട്, ഇവിടെ ദ പ്രസൻറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് കണ്ടോ എന്താണ്? ദ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ വിൽ ബി പ്രസൻറ്റ് അറ്റ് ദി കോർണേഴ്സിലുണ്ടാവും. ആൻഡ് എനി ടു ഓപ്പോസിറ്റ് ഫേസസ്. ഏതെങ്കിലും ഓപ്പോസിറ്റ് ഫേസസിൽ നമ്മൾ എന്ത് കാണുകയാണ്? നമ്മൾ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിളിനെ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എൻഡ് സെൻറ്റേർഡ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമ്മുടെ പ്രിമിറ്റീവ് ഇതാണ്. പിന്നെ ബോഡി സെൻറ്റേർഡ് കണ്ടോ, കോർണറിലല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ഒന്ന്. ഇനി നമുക്ക് പറയാനുള്ള അടുത്തതാണ് ഫേസ് സെൻറ്റേർഡ്. ഭയങ്കര സിമ്പിളാണ്. ഫേസ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ വിൽ ബി പ്രസൻറ്റ് അറ്റ് ദി കോർണേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ്. ഓരോ ഫേസിൻ്റെയും സെൻറ്ററിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓരോ ഫേസിൻ്റെയും സെൻറ്ററിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഫേസ് സെൻറ്റേർഡ്. ഇപ്പം നമുക്കൊരു പിക്ചർ കാണാം, ഫേസ് സെൻറ്റേർഡ്. ഇതിലിവരിങ്ങനെ ഡോട്ടഡ് ഇട്ടത് കൊണ്ടാണ് ഞാൻ നല്ലൊരു പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ് ദ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ ഇസ് പ്രസൻറ്റ് ഇൻ ദി കോർണേഴ്സ് ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഇറ്റ് ഇസ് പ്രസൻറ്റ് അറ്റ് ദി ഈച്ച് ഫേസ്. ഓരോ ഫേസിലുണ്ടാവും. ബോഡി ആകുമ്പോൾ ബോഡി സെൻറ്ററിൻ്റെ ഉള്ളിലാവും. പിന്നെ എൻഡ് സെൻറ്ററിലാവുമ്പം എനി ടു ഓപ്പോസിറ്റ് ഫേസസിൽ എന്തുണ്ടാവും? കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ 7 ഞാൻ എന്താ ആദ്യം പറഞ്ഞത്?
7 ബേസിക് യൂണിറ്റ് സെൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. 7 ബേസിക്, അത് ഏതൊക്കെയായിരുന്നു? 7 ആദ്യം നമ്മൾ പഠിച്ച ക്ലിനിക്ക്, അതായത് അവരെ ABC ആക്സിയൽ ലെങ്ത്തും ആംഗിളൊക്കെ വെച്ചിട്ട്. ഇപ്പം ഞാൻ വീണ്ടും പറഞ്ഞു അത് യൂണിറ്റ് സെല്ലിൽ എന്തുണ്ട്? പ്രിമിറ്റീവ് ഉണ്ട്, എൻ സെൻറ്റേർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദർ ആർ 7 പ്രിമിറ്റീവ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം ദർ ആർ ടോട്ടൽ 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. എന്താണ്? 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഉണ്ട്. 7 പ്രിമിറ്റീവായിട്ട്, അതായത് എവിടെ ഇല്ലാത്ത, ഇങ്ങനെ കോർണറൊന്നും ഇല്ലാത്ത 7 ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലുകളും അവരുടെ തന്നെ വേരിയേഷൻസ്. ഇപ്പം ഈ 7, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതാ ക്യൂബിക്ക്, നമ്മുടെ ക്യൂബിക്ക്, ഇവരാണ് 7 ബേസിക്. ഇവർ പ്രിമിറ്റീവ് ഫോമിൽ കാണും, ഇവരെ കോർണേഴ്സിൽ മാത്രം. ഇനി ഇതിൽ തന്നെ ചില ക്രിസ്റ്റൽസിൽ എന്ത് കാണും? ചിലപ്പോൾ ബോഡി സെൻറ്റേർഡ് ഉണ്ടാവും, ചിലതിൽ ഫേസ് സെൻറ്റേർഡ് ഉണ്ടാവും, ചിലപ്പോൾ എന്തുണ്ടാവും? ചിലതിൽ എൻ സെൻറ്റേർഡ് ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ നോക്കിയപ്പം ദർ ആർ 14 പോസിബിൾ യൂണിറ്റ് സെല്ലിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദർ ആർ 14 പോസിബിൾ യൂണിറ്റ് സെല്ലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ടല്ലോ. ദർ ആർ 14, അതാണ് ഇതിലിപ്പോൾ കാണിച്ചില്ല. ഇത് ക്യൂബിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് പ്രിമിറ്റീവ് കാണുന്നുണ്ട്, ബോഡി സെൻറ്റേർഡ് കാണുന്നുണ്ട്, ഫേസ് സെൻറ്റേർഡ് കാണുന്നുണ്ട്. പിന്നെ ടെട്രാഗണലിൽ അവർ കാണിക്കുന്ന ബോഡി സെൻറ്റേർഡ് ഉണ്ട്, പ്രിമിറ്റീവ് ഉണ്ട്. പിന്നെ ഓർത്തോറോംബിക്കിൽ അതേപോലെ കാണിക്കുന്നതുണ്ടാവും. അങ്ങനെ എല്ലാം കൂടെ നോക്കിയപ്പോൾ ദർ ആർ ടോട്ടൽ 14 ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം. There are 14 possible 3-dimensional lattices or crystal lattices and are known as Bravais lattice. എന്താണ് അവരെ പറയുന്നത്? പറയുന്ന പേരാണ് ആ 14 ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽസിനും നമ്മൾ പറയും Bravais lattices. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കണേ? നമ്മളിന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞു, പിന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, പിന്നെ യൂണിറ്റ് സെൽ എന്താന്ന് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂണിറ്റ് സെല്ല് പറഞ്ഞു, 7 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ് പറഞ്ഞു. പിന്നെ നമ്മൾ ഇവരെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനെ വെച്ചിട്ട് പ്രിമിറ്റീവ്, സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, പിന്നെ ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്, എൻ സെൻറ്റേർഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ 14 ബ്രവേസ് ലാറ്റിസസ്. അതിൽ നിങ്ങൾക്ക് കാണാം FCC, BCC ഇത് ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കും ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കുമാണ്. ബാക്കി പിന്നെ ഓരോന്നിലും നിങ്ങൾക്ക് കാണാം ഓരോ ടൈപ്പിൽ, എല്ലാത്തിലും എല്ലാ ടൈപ്പും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഓൾ ടുഗെദർ 14 ബ്രവേസ് ലാറ്റിസസ് ആണ് ഉള്ളത്. എല്ലാത്തിലും കോമൺ ആയിട്ട് പ്രിമിറ്റീവ് ഉണ്ട്, അതായത് കോർണേഴ്സിൽ മാത്രമുള്ളത്. ബാക്കിയുള്ളതാണ് വേരിയേഷൻ വരിക. അപ്പോൾ ഇത്രയും കാര്യം ഇന്ന് പറയുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലിടുക. താങ്ക് യു.